ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ റെസിപ്പി ഗാർലിക് ബ്രെഡാണ്. ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ അവർക്ക് ലഞ്ച് ബോക്സായിട്ടും സ്നാക്സായിട്ടൊക്കെ കൊടുത്തു വിടാം. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്, പ്രത്യേക ഒരു ഫ്ലേവർ ഇതിനുണ്ട്. അതുമാത്രമല്ല, ഇത് 5 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗാർലിക്കും കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട്. മല്ലിയില കുറച്ച് കൂടുതൽ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. എൻ്റെ അടുത്ത് കുറച്ചായിരുന്നു ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. ആദ്യം തന്നെ ഗാർലിക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറിയ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ ചെറുങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി, പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെ ചീസും ബട്ടറുമാണ്. ഞാനിവിടെ സ്ലൈസ് ചീസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് ഈ മല്ലിയിലയും ഗാർലിക്കും ഇല്ലേ, അത് രണ്ടും ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് ബട്ടറാണ്. നമ്മൾ എത്ര ബ്രെഡ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ബട്ടർ എടുക്കാൻ. ഞാനിപ്പം ഈ ഒരളവിൽ ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഒറിഗാനോ, പിന്നെ കുറച്ച് പാപ്രിക്ക പൗഡർ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ അൺസാൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിക്ക് പകരം ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇനി ഇതൊക്കെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ബട്ടർ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടും. ഇനി ഇത് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 6 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു സൈഡ് മാത്രം നമ്മളാക്കി വെച്ച ബട്ടറിൻ്റെ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം സ്പ്രെഡ് ചെയ്യുന്നത് അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. അപ്പം ആവശ്യത്തിന് സ്പ്രെഡ് ചെയ്യുക. ഞാനിവിടെ ഒരു സൈഡ് മാത്രം സ്പ്രെഡ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതുണ്ടാക്കുന്നതിന് മുന്നേ 2-3 മണിക്കൂർ മുന്നേ ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പം ഞാനിതാ എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇത് റെഡി ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ടൊരു ഫ്രൈ പാന് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ബ്രെഡ് നമ്മൾ ബട്ടർ തേച്ച ഭാഗം ഇങ്ങനെ ഫ്രൈ പാനിൽ വെച്ച് കൊടുക്കാം. പിന്നെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. പിന്നെ ഇതാ ഒരു ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ബ്രെഡ് വെച്ച് ഇതുപോലെ കവർ ചെയ്തെടുക്കാം. ഇനി ഇതൊരു സൈഡ് കുക്കായാൽ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും കുക്കാക്കിയിട്ട് എടുക്കണം. ഇതിൽ ബട്ടറും ചീസെല്ലാം ഉള്ളതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടാണ് ഇത് കിട്ടുന്നത്. ഫ്രൈങ് പാനിൽ ചെയ്തെടുക്കുന്നത് കൊണ്ടായിരിക്കും മേ ബി അങ്ങനെ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് കുറച്ച് ക്രിസ്പിയും കൂടി ആവണമെങ്കിൽ എയർ ഫ്രയറിൽ ചെയ്തെടുത്താൽ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാനെല്ലാം ഫ്രൈങ് പാനിൽ തന്നെയാണ് ചെയ്തെടുത്തത്. അപ്പം ഇതിങ്ങനെ ഓരോ ബാച്ചായിട്ട് ചെയ്തെടുക്കാം. അപ്പം ഗാർലിക് ചീസ് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുകൊണ്ട് ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തു വിടാം. ഇതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ മനസ്സിലാവും, ഇത് നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ടെക്സ്ചറിലാണ് ഉള്ളത്. പിന്നെ നല്ല ടേസ്റ്റാണ്. വിത്തൗട്ട് ചീസും ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു ഫ്ലേവറാണ് ബട്ടറിൻ്റെ. ബട്ടറും ഗാർലിക്കും മല്ലിയിലയൊക്കെ വരുമ്പോൾ നല്ല ഒരു ഫ്ലേവർ കിട്ടും. അപ്പം പെട്ടെന്നൊരു സ്നാക്കൊക്കെ കഴിക്കാൻ പൂതിയായാൽ 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കായത്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.